ഹലോ, ആർക്കെങ്കിലും കേൾക്കാമോ? എനിക്കിവിടെ റേഞ്ച് കുറവാണേ. സ്റ്റാർട്ട് ആയിക്കില്ലടാ. എന്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോന്നാ ഞാൻ ചോദിച്ചതേ. ഇല്ല. ഇല്ല, ക്ലിയർ ആടാ, ഓ, ക്ലിയർ ആയിട്ട് താങ്ക് യു. കേൾക്കുന്നുണ്ട്. ഓ, താങ്ക് യു. Good morning to all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Yeah. Okay, morning. Start here, Namuga. Okay, start here, Lord. Let's start with prayer of today and signing. Okay, ma'am. Good morning, ma'am. Good morning, all. We shall overcome. We shall overcome. We shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We'll walk hand in hand, we'll walk hand in hand, we'll walk hand in hand someday. Oh, deep in my heart, I do believe we shall overcome someday. We shall live in peace, we shall live in peace, we shall live in peace someday. Oh, deep in my heart, I do believe we shall overcome someday. We shall overcome someday. We shall overcome someday. Thank you, ma'am. Yeah, okay, Jyoti. Next. മാം, ഇന്ന് ഞാൻ അപർണ മാമിന്റെ ക്ലാസ് ആണ് വിചാരിച്ചിട്ട് മൊഡ്യൂൾ 1 ആണ് എടുത്തിട്ട് വന്നിരിക്കുന്നത്. ഞാനിപ്പോ ചെന്നൈയിലാണ് മാം. ചെന്നൈയിൽ ആണോ? Okay, very good. കുഴപ്പമില്ല. Quote of the day പറയട്ടെ. പറയാം. Your success will be determined by your own confidence and fortitude. മിഷേൽ ഒബാമ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? നമ്മള് സെൽഫ് കോൺഫിഡന്റ് ആയിരിക്കും എപ്പോഴും. Okay, then signing. ഞാൻ ചെയ്യാം. Who am I? Question ആണ്. I am a lovely animal. I have 4 legs. I have long legs. I like to eat carrot. Who am I? റാബിറ്റ് ആണോ? Yes, rabbit. Sign in by Nofalat. Welcome, ma'am. Okay. Then എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? മഴയൊക്കെ ഉണ്ടോ അവിടെ? ഇല്ല, നല്ല ചൂടാ. നല്ല മഴയാ. ഓക്കെ, പുറത്താണ്. യെസ്, മോളൊക്കെ എവിടെയാണ് ആയിഷ? വിയർത്തൊഴിച്ചിട്ടായിരുന്നു. ഞാൻ ഖത്തറിലാ. ഖത്തറിലാണ്. ഓക്കെ. ഇന്ന് സ്ട്രെങ്ത് കുറവാണോ? ഇപ്പൊ ഈ സ്ട്രെങ്ത് ഉണ്ടാവാറുള്ളൂ. കാരണം കുറെ ആൾക്കാർ സ്കൂളിൽ വർക്കിന് പോവാൻ തുടങ്ങിയില്ലേ, അതുകൊണ്ട് സ്ട്രെങ്ത് കുറവാ ഉണ്ടാവാറ്. ഇംഗ്ലീഷ് ആണ് ചെയ്തിട്ടില്ല, അതുകൊണ്ട്. ഓക്കെ, ഷേർലി എന്താ പറയാമെന്നല്ലോ? എന്തോ കേൾക്കുന്നില്ലല്ലോ.
കണക്ഷൻ ഇല്ലേ വൈഫൈ ബ്രേക്ക് ആവുന്നു. വൈഫൈ കണക്ഷന്റെ പ്രശ്നമാണ്. കുറെ സ്ഥലത്ത് വൈഫൈന്റെ മഴയായതുകൊണ്ട് വൈഫൈ ഉണ്ടാവില്ലല്ലോ, അതിന്റെ പ്രശ്നം ഉണ്ടാവാന്ന്. ഓക്കെ, ക്ലിയർ. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. നമ്മൾ പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ ആണോ? ഞാൻ റിവൈൻഡ് ചെയ്യണോ? ക്ലിയർ ആണോ? ഗ്രൂപ്പിലൊക്കെ ഡിസ്കസ് ചെയ്ത് സെറ്റാക്കി വെച്ചോ നിങ്ങള്? സെറ്റാണ്. ഓക്കെ. ഇതാണ് ക്ലാസ്. സൈലന്റ് ആണോ? ആക്റ്റീവ് ആണ് എല്ലാവരും? റെഡി ആണോ? റെഡി മാം. റെഡി. ഓക്കെ. സോ പ്രസന്റ് ടെൻസ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പാസ്റ്റിലേക്ക് പോവാം. ഇന്ന് ഇംഗ്ലീഷ് ക്ലാസ് ആണെന്ന് അറിയാത്തവർ ഒരുപാട് പേരുണ്ടാകാം. സോ ഗ്രൂപ്പിൽ ഒന്ന് ഇൻഫോം ചെയ്യുക. എടുത്ത പോർഷൻസ് ഒക്കെ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ. അപ്പോ പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസില് സെയിം തന്നെയാണല്ലേ ആക്ഷൻസ്. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ. പ്രസന്റ് ടെൻസ് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് പാസ്റ്റ് ടെൻസ് പഠിക്കാൻ എളുപ്പമാണ്, ഈസിയാണ്. Okay. So take your notebook and write down the heading past tense. Past tense ഇതന്നെ. അടുത്ത heading ഏതാ? Simple past. Simple past. Simple past la structure subject plus V2. നമ്മുടെ സിമ്പിൾ പ്രസന്റില് സബ്ജക്ട് പ്ലസ് V1 ആണെങ്കിൽ ഇവിടെ എന്താണ്? സബ്ജക്ട് പ്ലസ് V2 ആണ്. Just wait a second. Okay. Structure area subject plus V2. ഇതില് സബ്ജക്ട് ഏതായാലും നമുക്ക് എന്താണ്? ഇതിന്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. V2 ഫോം തന്നെയാണ് വരാ. ഇവിടെ എന്താണ്? സിംഗുലർ സബ്ജക്റ്റ്, പ്ലൂറൽ സബ്ജക്റ്റ് അങ്ങനത്തെ റൂൾസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. മനസ്സിലായോ? നമ്മുടെ പ്രസന്റ് ടെൻസിൽ പഠിച്ച പോലെ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബ്, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബ് എന്നൊരു റൂളോ ഒന്നും ഇവിടെ ഇല്ല. ഏത് സബ്ജക്റ്റിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് V2 ഫോം യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോ V2 ഫോം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഞാൻ നിങ്ങൾക്ക് V1, V2, V3 ഫോം നോട്ട്സ് തന്നിരുന്നോ? ഇല്ല മാം. ഇല്ല മാം, തരാന്ന് പറഞ്ഞിരുന്നു, തന്നില്ല. ഓക്കെ. അങ്ങനെ കാര്യം ചേർന്ന് നോട്ട് എഴുതിയാലോ? യെസ് മാം. നോട്ട് എഴുതാം. ടെൻസിലേക്ക് പിന്നെ പോകാം. നോട്ട് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ V2, V3 ഫോമിനെ കുറിച്ച് ഡൗട്ട്സ് ക്ലിയർ ആകും. എന്നാല് ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സിൽ അത് എളുപ്പം. ഓക്കെ. നോട്ട് എഴുതാനാല് ഓക്കെ ആണ്. അപ്പൊ ഞാൻ പോയി നോട്ട് തരട്ടെ. ഓക്കെ. ജസ്റ്റ് വെയിറ്റ്. ഓക്കെ. നോട്ട്ബുക്കില് 3 ടേബിൾ ആയിട്ട് എഴുതാം. അതായത് V1, V2, V3 ഫോം എഴുതേണ്ട 3 ടേബിൾ ആക്കാം. V1 ശേഷം ഒരു സ്പേസ് കൂടെ വിടാം. കാരണം നമുക്ക് മീനിങ് കൂടെ എഴുതാം, മലയാളം മീനിങ് കൂടെ എഴുതാം. അങ്ങനെ 4 ടേബിൾ ആക്കിയിട്ട് നിങ്ങൾ അറേഞ്ച് ചെയ്ത് ആ രീതിയിൽ നോട്ട് എഴുതാം കേട്ടോ. ഓക്കെ. ഇതിപ്പോ ഞാൻ പറയാൻ പോകുന്നത് റെഗുലർ വേർബ് ആണ്. റെഗുലർ ആയിട്ട് പോകുന്ന വേർബ് ആണ് റെഗുലർ വേർബ്. അറിയാലോ? അപ്പൊ റെഗുലർ വേർബ് ആണ് ഇപ്പോൾ പറയുന്നത്. അതിനിടയിൽ റെഗുലർ വേർബ് ഒക്കെ ചേർന്നിട്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പോ ഞാൻ V1 ആൻഡ് V2 മാത്രമേ ടെക്സ്റ്റ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ V1, V2, V3. ഓക്കെ. കാരണം ഇതിന് V2 ഫോം V2, V3 സെയിം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ രണ്ടാമത് V3 എഴുതാത്തത്, ടൈപ്പ് ചെയ്യാത്തത്. ഓക്കെ. അതായത് V1, V2 ആൻഡ് V3 നിങ്ങൾ എഴുതുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് നോട്ട്ബുക്കിൽ എഴുതാം.
ഞാനിവിടെ V1 and V2 മാത്രമേ ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ, കാരണം V3 അതിന്റെ സെയിം തന്നെ ആയതുകൊണ്ട്. ക്ലിയർ? എല്ലാ V3 സെയിം ആണോ? ആ, V2 V3 സെയിം തന്നെയാണ്. റെഗുലർ വേർബ് അല്ലേ? അല്ല, റെഗുലർ വേർബ് ചോദിക്കരുത്. മാം ചോദിച്ചോട്ടെ, റൈറ്റ് റോട്ട് റിട്ടൺ എന്നല്ലേ വരിക? ആ, അതാ ഞാൻ പറഞ്ഞത്, റെഗുലർ വേർബ് ആണ്. ഇപ്പൊ ഞാൻ പറയുന്നത് റെഗുലർ വേർബ് ആണ്. റൈറ്റ് അത് ഇറഗുലർ വേർബ് ആണ്. ഓക്കെ, എഴുതിക്കോളൂട്ടോ. ഫസ്റ്റ് വൺ അബ്സോർബ്, അബ്സോർബ്ഡ്, അങ്ങനെ തന്നെയാണ് നിങ്ങൾ എഴുതുമ്പോൾ ഈ 3 ഫോം എഴുതാം. അബ്സോർബ്ഡ്. മീനിങ് നമുക്ക് പിന്നെ എഴുതാം കേട്ടോ. നിങ്ങളിപ്പോ വേർബ് എഴുതാം, മീനിങ് ഏതോടെ സ്പേസ് വിടണം. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്ന വേർഡ്സ് ഉണ്ടാകും, പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. ഞാൻ പറയുന്ന എല്ലാ വേർഡും എഴുതി വെക്കും. നെക്സ്റ്റ് accept, accepted. accused. കുറച്ച് സ്പീഡ് ഉണ്ടാകും കേട്ടോ. മാക്സിമം പെട്ടെന്ന് എഴുതാൻ നോക്കാം. ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. achieved and added. addressed. adjusted. admired. allowed. applied. approached. approved. arranged. arrived. asked. attached. attacked. attracted. avoided. bulk. begged. behaved. believed. blamed. built. called. cancelled. carried. cared. Okay, is it finished? Complete ആയെങ്കിൽ മീനിങ് പറയാം. നോ എഴുതുന്നതേ ഉള്ളൂ. ഫസ്റ്റ് വൺ ഒന്ന് പറയോ? First one means absorb ആണോ? absorb. എവിടെ വരെ എഴുതിയെന്ന് പറയൂ സ്നേഹ.
അബ്സോർബ് ഞാൻ ഫുൾ എഴുതി, ഫസ്റ്റത്തെ മാത്രം കിട്ടിയിട്ടില്ല. അബ്സോർബ്ഡ് ആണ്. ഇ ചേർക്കാം. V2 ഫോമിന് ഇ ചേർക്കാം. ഓക്കെ മാം, താങ്ക് യു. ഇത് തന്നെയാണ് V3 ഫോം. V2 തന്നെയാണ് V3 കേട്ടോ. നിങ്ങൾ എഴുതുമ്പോ V2 V3 എഴുതാം. പഠിക്കുമ്പോ അങ്ങനെ തന്നെ പഠിക്കുകയും ചെയ്യാം. എഴുതി കഴിയുമ്പോ പറയാം, നമുക്ക് മീനിങ് കൂടെ നോക്കാം. മാം ബിൽഡിന്റെ വീട്ട് വന്നിട്ട് ബിൽഡ് തന്നെയല്ലേ? അത് ബിൽഡ് തന്നെയാണോ? ബിൽറ്റ് ആണ്. ബിൽറ്റ് തന്നെയാണ് V3 ഫോം. V2 അത് തന്നെയാണ്, ബിൽഡ് തന്നെയാണ്. ഓക്കെ ആണ്. ബിൽറ്റ് ആണ് കേട്ടോ. ബിൽറ്റ് മാറിപ്പോവരുതേ. ബിൽഡിന്റെ V2 എന്താണോ അത് തന്നെയാണ് V3. ഓക്കെ, മീനിങ് പറയട്ടെ. അബ്സോർബ് മീൻസ് വലിച്ചെടുക്കുക, അബ്സോർബ് ചെയ്യുക. ഓക്കെ, വലിച്ചെടുക്കുക. അബ്സോർബ് വലിച്ചെടുക്കുക. അക്സെപ്റ്റ് അംഗീകരിക്കുക. അക്യൂസ് കുറ്റപ്പെടുത്തുക. അബ്സോർബ് വലിച്ചെടുക്കുക, അക്സെപ്റ്റ് അംഗീകരിക്കുക, അക്യൂസ് കുറ്റപ്പെടുത്തുക. അച്ചീവ് നേടുക. കുറെ അറിയാവുന്ന വേർഡ്സ് ഒക്കെ തന്നെയാണ് കേട്ടോ. അച്ചീവ് നേടുക. ആഡ് കൂട്ടിച്ചേർക്കുക. ആഡ് ചെയ്യുക, കൂട്ടുക അല്ലെ. ആഡ് ചെയ്യുക, കൂട്ടിച്ചേർക്കുക. അഡ്രസ് മീൻസ് വിലാസം. വിലാസം. അല്ലല്ലോ, ഒരാളെ അഡ്രസ് ചെയ്യാൻ പറയാറില്ലേ? അഡ്രസ് ചെയ്യാന്ന് പറയില്ല. സംബോധന ചെയ്യുക. ഓക്കെ, അഡ്രസ് സംബോധന ചെയ്യുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മേൽവിലാസം എന്ന് പറയുന്നത് നൗൺ ആണ് കേട്ടോ. മേൽവിലാസം നൗൺ ആൻഡ് ഇത് വെർബാണ്. സംബോധന ചെയ്യുക. അഡ്രസ് സെയിം, സ്പെല്ലിംഗ് സെയിം ആണ്, പ്രൊണൗൺസിയേഷൻ സെയിം ആണ്. പക്ഷെ എന്താണ്, രണ്ട് മീനിങ് ഉണ്ട്. പറഞ്ഞ നൗണ്, പറഞ്ഞ വെർബാണ്. ഇവിടുത്തെ ഇത് വെർബാണ്. സംബോധന ചെയ്യുക എന്നാ പറയാ. അഡ്രസ് സംബോധന ചെയ്യുക. അഡ്ജസ്റ്റ് ചെയ്യുക. പ്രത്യേകിച്ച് മീനിങ് ഒന്നും ഞാൻ പറയുന്നില്ല, അറിയാലോ. അഡ്ജസ്റ്റ് ചെയ്യുക. അഡ്മയർ എന്താ? ആദരിക്കുക. അംഗീകരിക്കുക. എന്താ? ആദരിക്കുക. അഡ്മയർ ആദരിക്കുക. അലൗ സമ്മതിക്കുക. അലൗ ചെയ്യുക, അനുമതി നൽകുക. അലൗ അനുമതി നൽകുക. അപ്ലൈ പ്രയോഗിക്കുക. അപ്ലൈ ചെയ്യുക അല്ലെ, പ്രയോഗിക്കുക. അപ്രോച്ച് സമീപിക്കുക. അപ്രോച്ച് ചെയ്യുക, സമീപിക്കുക. അപ്രൂവ് അങ്ങനെ തന്നെ, അംഗീകരിക്കുക. അപ്രൂവ് ചെയ്യുക അല്ലെ, അംഗീകരിക്കുക. അറേഞ്ച് ചെയ്യുക, ക്രമീകരിക്കുക. ക്രമീകരിക്കുക. അറൈവ് എത്തിച്ചേരുക. എത്തിച്ചേരുക. ആസ്ക് അറിയാം. അറ്റാച്ച് ചെയ്യുക, ഘടിപ്പിക്കുക അല്ലെ. ഇതിനും കൂടെ അറ്റാച്ച് ചെയ്യുക, ഘടിപ്പിക്കുക. അറ്റാക്ക് ആക്രമിക്കുക. അട്രാക്ട് ആകർഷിക്കുക. അവോയ്ഡ് ഒഴിവാക്കുക. ബൾക്ക് കുറയ്ക്കുക. ബെഗ് യാചിക്കുക. ബിഹേവ് പെരുമാറുക. ബിലീവ് വിശ്വസിക്കുക. ബ്ലെയിം കുറ്റപ്പെടുത്തുക. ചീത്ത പറയുക പറയില്ലേ, കുറ്റപ്പെടുത്തുക. ബിൽഡ് നിർമ്മിക്കുക. ഹോൾ അറിയാം. ക്യാൻസൽ അറിയാം. ക്യാരി മീൻസ് വഹിക്കുക, കൊണ്ട് നടക്കല്ല, വഹിക്കുക. ക്യാരി വഹിക്കുക. കെയർ മീൻസ് കെയർ ചെയ്യുക. കെയർ എന്താ, പരിചരിക്കുക എന്നൊക്കെ പറയാം. കെയർ. ഓക്കെ, ഇത്രയും മീനിങ് ക്ലിയർ ആണല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും വേണ്ട മീനിങ് കിട്ടാത്തുണ്ടോ?
ഒന്നുമില്ല. ക്ലിയർ? മാം അട്രാക്റ്റീവ് അറ്റാച്ച്. അട്രാക്റ്റ് അട്രാക്റ്റ് അട്രാക്ട്, ആകർഷിക്കുക, അട്രാക്ട് ചെയ്യുക. ഓക്കെ മാം. അറ്റാച്ച്, ഘടിപ്പിക്കുക, അറ്റാച്ച് ചെയ്യുക അല്ലെ? ആ പേപ്പർ അതിനോട് അറ്റാച്ച് ചെയ്യും എന്ന് പറയില്ലേ? എന്താ ഘടിപ്പിക്കുക? അതിന്റെ മലയാളം, ചില മലയാളം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മള് കുറെയൊക്കെ നമ്മള് ഇംഗ്ലീഷ് വേർഡ്സ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് മലയാളികൾക്ക് ഭയങ്കര പണിയാണ്. ഓക്കെ, ബിൽറ്റ് എന്താ പറഞ്ഞേ? ബിൽഡ്, നിർമ്മിക്കുക, ബിൽഡ് ചെയ്യുക. അക്യൂസ്, അക്യൂസ് കുറ്റപ്പെടുത്തുക, അക്യൂസ് ചെയ്യുക, കുറ്റപ്പെടുത്തുക. ഇതൊക്കെ V2 ഫോം ആയിട്ട് എന്താ വരും? ഇപ്പോ അബ്സോർബ് പറഞ്ഞു, വലിച്ചെടുക്കുക എന്ന് പറഞ്ഞു, V1 ഫോം ആണ്. V2 ഫോമിലേക്ക് വരുമ്പോൾ മീനിങ് മാറും. വലിച്ചെടുത്തു അല്ലെ? വലിച്ചെടുത്തു എന്ന് വരും. കുറ്റപ്പെടുത്തി, അംഗീകരിച്ചു, കൂട്ടിച്ചേർത്തു, നേടി. മനസ്സിലായോ? അങ്ങനെ വരും. പാസ്റ്റ് ആണ്, പാസ്റ്റിലേക്ക് വരും. അപ്രോച്ച്, സമീപിക്കുക. അക്യൂസ്, കുറ്റപ്പെടുത്തുക. ക്ലിയർ? ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? കണ്ടിന്യൂ ചെയ്യാട്ടോ, എഴുതിക്കോളൂ. cheat, cheated. Check, checked. Cleared, cleared. Climb, climbed. Close, close. Collect, collected. 20. Compare, compare. Fruits, fresh juice, அந்த மாதிரி. Jodi, yourself. டீ காஃபி வந்துரும். தெரியல எனக்கு, நான் புதுசு ஊருக்கு. நான் Compare, compare. മാം ടൈപ്പ് ചെയ്യാവോ? എന്തോ? ടൈപ്പ് ചെയ്യാവോ? ടൈപ്പ് ചെയ്യുന്നുണ്ടല്ലോ. Considered, considered. Construct, constructed. Compost, compost. Cook, cooked. Cover, covered. അതിന് മുന്നേ പറഞ്ഞു ഒന്നുകൂടി പറയാം മിസ്. എന്തോ? കൺവേഴ്സിന്റെ മുമ്പ് പറഞ്ഞു, അല്ല ശേഷം പറഞ്ഞു പറയോ? കുക്ക് ആണ്, കുക്ക്, കുക്ക്ഡ്. ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, എല്ലാം ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടേ. Cooperate, cooperated. Cry, cried. Cultivate, cultivated. Decide, decided. Declared, declared. Decreased, decreased. Defeat, defeated.
Delivered, delivered. Denied, denied. Develop, developed. Disagreed, disagreed. Disappeared, disappeared. Discovered, discovered. Discussed, discussed. Disturbed, disturbed. Divided, divided. Do, did, done. Doubt, doubter. Okay, I know. Yeah. Okay, so let's write the meaning. Cheat. Cheat means vanchikia. Cheat ചെയ്യുക, vanchikia. Check. Check എന്താ? പരിശോധിക്കുക, check ചെയ്യുക. പരിശോധിക്കുക. Cheat vanchiക്കുക, check പരിശോധിക്കുക, clear തെളിയുക. Clear തെളിയുക. Climb പിടിച്ചു കയറുക. Climb ചെയ്യുക അല്ലെ? പിടിച്ചു കയറുക. Climbing the tree എന്ന് പറയും അല്ലെ? പിടിച്ചു കയറുകയാണ്. So climb പിടിച്ചു കയറുക, ക്ലോസ് അടയ്ക്കുക, കളക്ട് ശേഖരിക്കുക, കളക്ട് ശേഖരിക്കുക, കമ്പയർ താരതമ്യപ്പെടുത്തുക. എന്ത് മാം? താരതമ്യപ്പെടുത്തുക, താരതമ്യം ചെയ്യുക, കമ്പയർ ചെയ്യുക. കമ്പയർ. Then consider പരിഗണിക്കുക. Consider പരിഗണിക്കുക. Construct. Construct ചെയ്യുക, നിർമ്മിക്കുക. ബിൽഡ് കൺസ്ട്രക്ട് ഒക്കെ സെയിം തന്നെയാണ്. കൺസ്ട്രക്ട് ചെയ്യുക, നിർമ്മിക്കുക. കൺവേഴ്സ്. കൺവേഴ്സ് നേർ വിപരീതമായ, നേർ വിപരീതമായ. കൺവേഴ്സ് നേർ വിപരീതമായ. കുക്ക് അറിയാം. കവർ. കവർ എന്താ? ആവരണം ചെയ്യുക, കവർ ചെയ്യുക, ആവരണം ചെയ്യുക. കോപ്പറേറ്റ് സഹകരിക്കുക. കോപ്പറേറ്റ് സഹകരിക്കുക. ട്രൈ അറിയാം, കരയുക. കൾട്ടിവേറ്റ് കൃഷി ചെയ്യുക, കൾട്ടിവേറ്റ് ചെയ്യുക. കൾട്ടിവേഷൻ ഒക്കെ പറയുകയാണ്. കൾട്ടിവേറ്റ് കൃഷി ചെയ്യുക. ഡിസൈഡ് തീരുമാനിക്കുക, നിർണയിക്കുക. ഡിസിഷൻ അല്ലെ, ഡിസൈഡ് തീരുമാനിക്കുക. ഡിക്ലയർ ഡിക്ലയർ ചെയ്യുക, പരസ്യമാക്കുക അല്ലെ, ഡിക്ലയർ ചെയ്യുക. ഡിക്രീസ് കുറയ്ക്കുക. ഡിക്രീസ് കുറയ്ക്കുകയല്ല, കുറയുക, കുറയുക. ഡിക്രീസ് കുറയുക. ഡിഫീറ്റ് തകർക്കുക, പരാജയപ്പെടുത്തുക, തകർക്കുക എന്നൊക്കെ പറയാം. ഡെലിവർ. ഡെലിവർ അറിയാലോ, ഡെലിവർ ചെയ്യുക, എത്തിച്ചു കൊടുക്കുക. ഡിനായി. ഡിനായി എന്താ? ഡിനായി നോട്ട് ഡെനി. ഒരിക്കലും ഡെനി എന്ന് വായിക്കരുത് കേട്ടോ. ഡിനായി എന്നാണ്. ഡിനായി നോട്ട് ഡെനി. ഓക്കെ. ഡിനായി മീൻസ് നിഷേധിക്കുക. ഫോണിൽ അല്ലെ, മൊബൈൽ ഫോണില് നോട്ടിഫിക്കേഷൻ വരും അല്ലെ, അലൗ ചെയ്യണോ ഡിനായി ചെയ്യണോ അല്ലെ,
deny നിഷേധിക്കുക എന്നാണ് കേട്ടോ. develop അറിയാം, disagree എന്താണ് വിസമ്മതിക്കുക, disagree വിസമ്മതിക്കുക, disappear അപ്രത്യക്ഷമാകുക, disappear അപ്രത്യക്ഷമാകുക, discover കണ്ടെത്തുക, discover കണ്ടെത്തുക, discuss ചർച്ച ചെയ്യുക, divide വിഭജിക്കുക, do ചെയ്യുക, doubt അവിശ്വസിക്കുക. Okay, all clear? Doubt ഉണ്ടോ? മാം എനിക്ക് ചെറിയ ഡിനൈ അത് കഴിഞ്ഞിട്ടൊന്ന് പറഞ്ഞു തരുമോ? ഡിനൈഡ് deny എന്നിട്ട് develop വികസിപ്പിക്കുകയാണല്ലേ develop. disagree വിസമ്മതിക്കുക, disappear അപ്രത്യക്ഷമാകുക, discover കണ്ടെത്തുക, discuss ചർച്ച ചെയ്യുക, disturb ശല്യപ്പെടുത്തുക, അത് ഞാൻ പറഞ്ഞില്ല കേട്ടോ, disturb ശല്യപ്പെടുത്തുക, divide വിഭജിക്കുക, do ചെയ്യുക, doubt അവിശ്വസിക്കുക. ഓക്കെ മാം. Okay, next continue ചെയ്യൂട്ടോ. end elected, enclosed, encouraged, engaged, enlarged, entertained, endured, examined, excused, expanded അവിടെ സി കയറി വന്നിട്ടുണ്ട്, അത് മിസ്റ്റേക്ക് ആണ്. expanded ജസ്റ്റ് ഒരു ഇ മാത്രം ചേർക്കാം കേട്ടോ, സി കയറി വന്നു. ഓക്കെ, expired, expressed, extended, finished, folded, followed, forgotten, forgiven, formed, forbidden,
Gather, gather. Gust, gust. Happen, happened. Hate, hated. Help, helped. Hold, held. Hope, hoped. Hunt, hunted. Identify, identified. Imagine, imagine. Import, imported. Improve, improve. Increase, increased. Inform, informed. Inspect, inspected. Interfere, interfered. Invite, invited. Okay, കഴിഞ്ഞോ? Yes. Okay, അപ്പോ meaning earn means earn സമ്പാദിക്കുക. Okay, earn സമ്പാദിക്കുക. Elect തിരഞ്ഞെടുക്കുക. Earn സമ്പാദിക്കുക. Elect തിരഞ്ഞെടുക്കുക. Enclose പൊതിഞ്ഞു വെക്കുക. Enclose പൊതിഞ്ഞു വെക്കുക. Encourage പ്രോത്സാഹിപ്പിക്കുക. Encourage പ്രോത്സാഹിപ്പിക്കുക. Engage. Engage means ഇപ്പോ engage ആ engage അല്ല കേട്ടോ, engage അല്ല ഉദ്ദേശിക്കുന്നത്. ഉടമ്പടി നൽകുക എന്ന മീനിങ് ആണ്. ഉടമ്പടി ചെയ്യുക. ഓക്കെ, ആ ഒരു മീനിങ് ആണ് ഇവിടെ. Engage ഉടമ്പടി ചെയ്യുക. Then enlarge വലുതാക്കുക. Enlarge ചെയ്യുക, വലുതാക്കുക. Entertain, entertain ചെയ്യുക, വിനോദിപ്പിക്കുക. Enter, enter പ്രവേശിക്കുക. Enter ചെയ്യുക, പ്രവേശിക്കുക. Then examine, examine means പരിശോധിക്കുക. Examine ചെയ്യുക, പരിശോധിക്കുക. Excuse മാപ്പ് കൊടുക്കുക. Excuse മാപ്പ് കൊടുക്കുക. Expand വികസിപ്പിക്കുക. Expand ചെയ്യുക അല്ലെ, വികസിപ്പിക്കുക. Expire അറിയാലോ, ഉപയോഗശൂന്യമായ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ആ എക്സ്പയർ ആണ്. ഓക്കെ, ഉപയോഗശൂന്യമാക്കുക എന്നൊരു മീനിങ് ആണ്. Then express പ്രകടിപ്പിക്കുക. Express ചെയ്യുക, പ്രകടിപ്പിക്കുക. Extend നീട്ടിവെക്കുക. Extend ചെയ്യുക, വലിച്ചു നീട്ടുക എന്ന് പറയാം. വലിച്ചു നീട്ടുക, extend വലിച്ചു നീട്ടുക. Finish അറിയാലോ, പ്രത്യേകിച്ച് പറയണ്ട.
fold മടക്കുക, fold ചെയ്യുക, മടക്കുക. follow പിന്തുടരുക, follow ചെയ്യുക, പിന്തുടരുക. then forget മറക്കുക, forget മറക്കുക. forgive same meaning ആയിട്ടാണ്, മാപ്പ് കൊടുക്കുക, forgive ചെയ്യുക, മാപ്പ് കൊടുക്കുക. form രൂപപ്പെടുക, ഫോം ചെയ്യുക അല്ലെ, രൂപപ്പെടുക, രൂപപ്പെടുക. forward മുന്നോട്ട് വരിക, മുന്നോട്ട് വരിക, forward മുന്നോട്ട് വരിക. gather വിളിച്ചു കൂട്ടുക, gather വിളിച്ചു കൂട്ടുക. guess ഊഹിക്കുക, happen സംഭവിക്കുക. hate വെറുക്കുക, help സഹായിക്കുക. hold ഹോൾഡ് ചെയ്യുക, പിടിക്കുക എന്നറിയില്ലേ, ഹോൾഡ് ചെയ്യുക, പിടിക്കുക. then hope പ്രതീക്ഷിക്കുക, hope പ്രതീക്ഷിക്കുക. hunt വേട്ടയാടുക. identify തിരിച്ചറിയുക. imagine സങ്കല്പിക്കുക. import ഇറക്കുമതി ചെയ്യുക. improve മെച്ചപ്പെടുത്തുക. increase ചെയ്യുക, വലുതാക്കുക. inform അറിയിക്കുക, ഇൻഫോം ചെയ്യുക, അറിയിക്കുക. inspect പരിശോധിക്കുക, ഇൻസ്പെക്ഷൻ അല്ലെ, പരിശോധിക്കുക. inspect പരിശോധിക്കുക. interfere കൈകടത്തുക. don't interfere my problem എന്ന് പറയുക, കൈകടത്തുക. don't interfere my personal matters എന്ന് പറയും. invite ക്ഷണിക്കുക. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ചോദിക്കൂ. ഗസ്ഡ് എന്താ മാം പറഞ്ഞേ? ഊഹിക്കുക, ഗസ് ചെയ്യുക. ഇനി ഗസ് ഊഹിക്കുക. ഗ്യാദറോ? വിളിച്ചു കൂട്ടുക. കഴിഞ്ഞോ? കണ്ടിന്യൂ ചെയ്യണോ? ഫസ്റ്റ് വേണോ? എന്ത് വേണം? മാം ഞാന് ഇടയ്ക്ക് ഒന്ന് മാറിയതാണ്, എനിക്ക് അതുകൊണ്ട് അറിഞ്ഞില്ല. അപ്പൊ റെഗുലർ വെർബ് ഇതല്ലേ പറഞ്ഞത്, ഇതൊക്കെ എല്ലാം ഇത് റെഗുലർ വെർബാണോ മാം? ഇതെല്ലാം റെഗുലർ വെർബ്. അപ്പൊ ഇടയ്ക്ക് ഒരു ഫോർഗെറ്റിന്റെ ഫോർഗോട്ട് എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അത് ഇതില് വരില്ലല്ലോ മാം, അത് ഇറഗുലറിലല്ലേ വരിക? അതെ അതെ, അതാണ് ഞാൻ. അത് ഇടകളിൽ കയറുന്നുണ്ട്. കാരണം ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോ ഇറഗുലർ പറയാൻ ചിലപ്പോൾ ഞാൻ മറന്നു പോകും, അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് എഴുതുന്നു. ഓക്കെ മാം, എനിക്കതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അത് ജസ്റ്റ് ഒന്ന് ചോദിച്ചു. എലക്ട് തിരഞ്ഞെടുക്കുക. എലക്ഷൻ, ഇലക്ഷൻ ഇല്ലേ, അത് തന്നെ തിരഞ്ഞെടുപ്പാണ് എലക്ഷൻ. ഇത് എലക്ട് തിരഞ്ഞെടുക്കുക. കണ്ടിന്യൂ ചെയ്യണോ? പറയൂ. മടുത്തോ? അല്ലെങ്കിൽ എഴുതി മടുത്തോ? എന്താ ചെയ്യണ്ടേ? കണ്ടിന്യൂ ചെയ്യണം. കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് ഏതാ? ജമ്പ്. jumped, keep, kept, killed, knock, ഒരുമിച്ചായല്ലോ. മനസ്സിലായോ? അത് jumped, keep, kept. ഞാൻ ഒന്നുകൂടെ ടൈപ്പ് ചെയ്യാം. jumped, keep, kept, killed, knocked. No, knew not. No, knew not. Love, loved.
Lift, lifted. Like, liked. Live, lived. Loud, loud. Look, looked. Make, made. Manage, managed. Manufactured, manufactured. Misunderstand, misunderstood. Misused, misused. Mixed, mixed. Move, moved. Multiply, multiplied. Need, needed. Nominate, nominated. Obey, obeyed. Observe, observe. Occur, occur. Open, opened. Organize, organized. Overcome, overcame, overcome. Pardon, pardoned. Permit, permitted. Pick, picked. Plant, plant. Postpone, postponed. Practice, practiced. Okay. Clear? Yes. Meaning നോക്കാട്ടോ. Jump, ചാടുക. Keep, സൂക്ഷിക്കുക. Kill, അറിയാലോ. Knock, മുട്ടുക. Know, അറിയുക. Laugh, ചിരിക്കുക. Lift, ഉയർത്തുക. Lift ചെയ്യുക, ഉയർത്തുക. Like അറിയാം, live, love, look, make ഇതൊക്കെ അറിയാലോ. പറയണ്ടല്ലോ. Love, like, live, live എന്ന് ജീവിക്കുക അറിയാം. Love, look അറിയാം.
മേക്ക് അറിയാം, മാനേജ് എന്താണ്, നിയന്ത്രിക്കുക, മാനേജ് ചെയ്യുക, നിയന്ത്രിക്കുക. മാനുഫാക്ചർ ഉൽപ്പാദിപ്പിക്കുക, മാനുഫാക്ചർ ചെയ്യുക, ഉൽപ്പാദിപ്പിക്കുക. മിസ്അണ്ടർസ്റ്റാൻഡ് അറിയാം, തെറ്റിദ്ധരിക്കുക, മിസ്അണ്ടർസ്റ്റാൻഡ് തെറ്റിദ്ധരിക്കുക. മിസ്യൂസ് ചെയ്യുക, ദുരുപയോഗം ചെയ്യുക. മിക്സർ കൂട്ടിക്കലർത്തുക, കലർത്തുക, മിക്സ് ചെയ്യുക. മൂവ് ചെയ്യുക, ചലിക്കുക, അല്ല മൂവ് ചെയ്യുക, പ്രത്യേകിച്ച് മീനിങ് ഇല്ല. മൾട്ടിപ്ലൈ മീൻസ് വർദ്ധിക്കുക, വർദ്ധിക്കുക. നീഡ് വേണ്ടി വരിക, ശരിക്കും അത് വേണ്ടി വരും, നീഡ് വേണ്ടി വരിക. നോമിനേറ്റ് നാമനിർദ്ദേശം ചെയ്യുക, നോമിനേറ്റ്. ഒബേ അനുസരിക്കുക. ഒബ്സർവ് നിരീക്ഷിക്കുക, ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക. അക്യൂർ സംഭവിക്കുക, ഓപ്പൺ അറിയണം. ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുക. ഓവർകം തരണം ചെയ്യുക, പാജർ മാപ്പ് കൊടുക്കുക, പെർമിറ്റ് അനുമതി നൽകുക, സമ്മതിക്കുക, അല്ലെങ്കിൽ നൽകുക, സമ്മതിക്കുക, രണ്ടൊന്നും തന്നെയാണ്, ഏതെങ്കിലും എഴുതാം. പിക്ക് ചെയ്യുക, വെറുക്കുക, എടുക്കുക, പിക്ക് ചെയ്യുക എന്നൊക്കെ പറയില്ലേ. പ്ലാൻ ആസൂത്രണം ചെയ്യുക, പ്ലാനിങ്. പോസ്റ്റ്പോൺ മാറ്റിവെക്കുക, പ്രാക്ടീസ് അറിയാലോ. ക്ലിയർ ആയി? ഇതിന് ഡൗട്ട് ഉണ്ടെങ്കിലേ കുറച്ചുകൂടി ഉണ്ട്, ഒരു ക്ലാസ് കൂടി പെർമിറ്റ് കഴിഞ്ഞിട്ടൊന്ന് പറയോ? പെർമിറ്റ് പിക്ക് ചെയ്യുക, പെറുക്കുക എന്ന് പറയാം. ഓരോന്നും പിക്ക് ചെയ്യുക, പെറുക്കുക എന്ന് പറയാം. അല്ലാത്ത വേറെ പിക്കും ഉണ്ട് അല്ലെ. പ്ലാൻ ആസൂത്രണം ചെയ്യുക, പോസ്റ്റ്പോൺ മാറ്റി വെക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓർഗനൈസ് സംഘടിപ്പിക്കുക. ഓക്കെ, കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് കണ്ടിന്യൂ ചെയ്യില്ല കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ക്ലാസ് എടുക്കാം. ഓക്കെ, കിട്ടുമ്പോ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. കാരണം ഈ ക്ലാസ് അങ്ങനെ പോകുമ്പോൾ ശരിയാവില്ല. അടുത്ത ക്ലാസ്സിൽ 10 സെറ്റ് കണ്ടിന്യൂ ചെയ്യും നമ്മൾ. ഓക്കെ, ഇനി എന്താ സൈൻ ഔട്ട് പറയും, ടൈം ആയല്ലോ. സൈൻ ഔട്ട് പറയും. ഇത് നിങ്ങൾ ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഇപ്പൊ ഈ നോട്ട്സ് എല്ലാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ, എന്തോ വ്യാഴാഴ്ച മാമല്ലേ? എന്തോ വ്യാഴാഴ്ച മാം തന്നെയല്ലേ എടുക്കുന്നേന്ന് ചോദിക്കരുത്. കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞപ്പോഴേ ആയിരിക്കാം, മേ ബി. ഞാൻ ആധാരാണ് ചാൻസ്. ഞാൻ പറഞ്ഞ ക്ലാസ് കയറി വരുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, എന്തോ പഠിപ്പിച്ചത്രയും ഇംഗ്ലീഷിന്റെ എന്നൊക്കെ പറയുന്നില്ല നമ്മളോട്. ക്ലിയർ ആവുന്നില്ല എനിക്ക് വോയിസ്. പഠിപ്പിച്ചത്രയും നടത്താൻ പോവാണ് ഉടനെ. ഹിന്ദിയൊക്കെ പഠിപ്പിച്ച അത്രയും എന്ന് പറഞ്ഞു. മോഡൽ എക്സാം വരുവാണ്. പഠിപ്പിച്ചത്രയും മോഡൽ എക്സാം വരുമെന്നാണ് ചോദിക്കുന്നത്. ഇംഗ്ലീഷിന്റെ പോർഷൻസ് ഇതുവരെ എടുത്തതും മറ്റുള്ള സബ്ജക്റ്റും ഉണ്ടാവും മോഡൽ എക്സാം എന്ന് പറഞ്ഞു. ശരിക്കും മോഡൽ എക്സാം എന്ന് പറയുന്നത് ടേം 1 ടേം 2 അങ്ങനെയാണ്. അതില് ഇത്രയും ഒരു യൂണിറ്റ് 8 വരെയാണ് പൊതുവെ ടേം 1ലേക്ക് നമ്മുടെ എക്സാം നടത്തുക, മോഡൽ എക്സാം. കാരണം നമ്മുടെ യൂണിറ്റ് 8 വരെ ആയിട്ടുണ്ട്. പക്ഷെ അതില് ടെൻസും ആർട്ടിക്കിളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. മനസ്സിലായോ? അപ്പൊ ചിലപ്പോ അതൊഴുകി ചിലപ്പോ എക്സാമിന് വരാം.
ഇനി ഞാൻ എവിടെ എടുക്കുന്നു അത് കാര്യമായിരിക്കും എക്സാമിന് വരാം കേട്ടോ. മാക്സിമം ടെൻസ് ഒന്ന് കംപ്ലീറ്റ് ആകണമെന്നുണ്ട് എനിക്ക്. ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ഒക്കെ ഒന്ന് എത്തണം. നോക്കാം. ഇന്ന് പിന്നെ അധികം സ്റ്റുഡൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ടെൻസ് അധികം കൊടുക്കാൻ കേട്ടോ. കാരണം പ്രതീക്ഷിക്കാതെ കയറി വന്നതാണ്. ഞാൻ തമിഴിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ആള് കണ്ടിട്ടില്ല. ഞാൻ ഇന്ന് രാവിലെ ആണ് ഇംഗ്ലീഷാണ് അപർണയ്ക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കയറിയതാണ്. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങളെ അറിയിച്ചാൽ ഇന്ന് ക്ലാസ് ഉണ്ടെന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് മേ ബി വ്യാഴാഴ്ച ഞാൻ തന്നെ ആവാൻ ചാൻസ് അറിയില്ല. ഓക്കെ, സോ മൈൻഡ് ചെയ്തോളൂ. സൈഡോട്ട് പറയാം നമുക്ക്. ഈ പറയുന്ന എല്ലാ വെർബും വെർബൊക്കെ നിങ്ങൾ മാക്സിമം പഠിക്കാം കേട്ടോ. പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആക്കുക. പ്രൊണൗൺസിയേഷൻ മിക്കതും തെറ്റായിരിക്കും നിങ്ങൾ പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത് ഡെനി, എല്ലാവരും ഡെനി എന്നാ വായിക്കാം, പക്ഷെ ഡെനി അല്ല, ജിനായി ആണ്, ജിനായി. അതുകൊണ്ട് പ്രൊണൗൺസിയേഷൻ ശ്രദ്ധിക്കുക. ഞാൻ എല്ലാ ക്ലാസ്സിലും വായിപ്പിക്കാറുണ്ട്. എനിക്ക് നിങ്ങൾക്കത് വായിപ്പിക്കാനൊന്നും സമയം ഇല്ലാത്തതുകൊണ്ടാണ്. മാക്സിമം ഞാൻ നോക്കട്ടെ, നിത്യാനൊക്കെ എല്ലാം ചെയ്യും. പറഞ്ഞോളൂ ഇച്ചനോട്. Okay, ma'am. Engage yourself in the living present. The future will take care of itself. Ramana Maharshi, Honorable Monisha. Thank you, ma'am. Thank you for your wonderful class. Okay, thank you all. See you next class. Okay. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.